എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മെയ് 21 ലോക ടീ ഡേ, അതായത് തേയില ദിനം. നമ്മുടെ തോട്ടം മേഖലയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കാരണം ഇവിടുത്തെ തോട്ടം തൊഴിലാളികളുടെ വളരെയധികം കഷ്ടപ്പാടുകളാണ് ഇന്ന് നമ്മൾ കുടിക്കുന്ന ചായ എന്ന് ലോകമെമ്പാടും എത്തുന്നത്. TEA ടേസ്റ്റി എന്തോസ്റ്റിയാറ്റിക് ഓതന്റിക് എന്നാണ് അതിൻ്റെ ഒരു ഫുൾ ഫോം. ചൈനയിൽ നിന്നുമാണ് ആ ഒരു വേർഡ് പോലും എത്തിയത്. എന്തായാലും നമ്മുടെ കോണിമാറയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും നമ്മുടെ ഈ ടീ ഡേ ഇവിടെ വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് ആഘോഷിക്കുന്നത്. ഇവിടെ എത്തുന്ന പല ആളുകൾക്കും സൗജന്യമായിട്ട് ചായ വിതരണം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫാക്ടറിയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ടീ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അതായത് ആ തേയില ഇലയിൽ നിന്നും തേയിലയിലേക്ക് എങ്ങനെയാണ് എത്തുന്നത് എന്നൊക്കെ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത. എല്ലാ വർഷവും ഇത് നടത്തി വരുന്നുമുണ്ട്. അപ്പം ഇന്ന് ഒരു പ്രത്യേകത കൂടി ഈ പ്രാവശ്യം ഉള്ളതെന്ന് വെച്ചാൽ ചായക്കൊപ്പം തന്നെ കടിയും കൂടി കൊടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ്സില്ലേ, ഈ ഗ്ലാസ് കഴിക്കാവുന്ന ഒരു ഗ്ലാസ്സാണ്, ഒരു ബിസ്ക്കറ്റിന്റെ ഗ്ലാസ് ആണ്. അപ്പം 0% വേസ്റ്റ് എന്നുകൂടി ഈ അവസരത്തിൽ അവർ പറയുന്നുണ്ട്. അതായത് വേസ്റ്റ്, ഒരു ചായ കുടിച്ചാൽ വേസ്റ്റ് വരാൻ പാടില്ല എന്നുള്ള രീതിയിൽ കൂടെ വരുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഗ്ലാസും കൂടി അവർ എത്തിച്ചിരിക്കുന്നത്. ഏതാണ്ട് 1000 ആളുകൾക്ക് സൗജന്യമായിട്ട് തന്നെയാണ് ഇത് ഇപ്പം എത്തിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞും കൊടുക്കും. വൈകിട്ട് വരെ ഇന്നത്തെ ദിവസം ഫുള്ളായിട്ട് തന്നെ ചായ ഇവിടെ കൊടുക്കാനുള്ള ഏർപ്പാട് കൂടി ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകതയിൽ ഇവിടെ എന്തൊക്കെയുണ്ട്, എങ്ങനെയാണ് ചായ എടുക്കുന്നതൊക്കെ നമുക്കൊന്ന് നോക്കാം. ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, നോക്കാം. ചായ കുടിച്ചുകൊണ്ട് നമുക്ക് കടി കൂടെ കഴിക്കാമെന്ന് നമുക്ക് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം കടി കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ബിസ്ക്കറ്റാണ്, നല്ല ക്വാളിറ്റിയുള്ള ഫൈബർ കണ്ടന്റ് ഉള്ള ബിസ്ക്കറ്റാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ 0% വേസ്റ്റ് എന്നാണ് ഈ ഒരു ടീ ഡേയിൽ സ്പെഷ്യലായിട്ട് തന്നെ ഈ കോണിമാറ ഇവർ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സമയം തന്നെ. വളരെ പ്രധാനപ്പെട്ട ചില ടീ, ഒരു ഫ്ലേവർ ടീ, ചോക്ലേറ്റ് ടീ പോലുള്ള ടീകളൊക്കെ തന്നെ ഈ പ്രാവശ്യം തയ്യാറാക്കിയിട്ടുണ്ട്. അതും കൂടി വിപണിയിൽ എത്തിക്കുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ വിശേഷങ്ങളൊക്കെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഫാക്ടറി മാനേജർ നമ്മളോട് പറയുന്നതായിരിക്കും. നമുക്ക് ആ ഒരു വാക്കുകളിലേക്കും കൂടെ ഒന്ന് പോയി വരാം. എന്തായാലും ചായ അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. അതുകൂടാതെ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കൊക്കെ തന്നെ ഇവിടെ സൗജന്യമായിട്ട് ഫാക്ടറി കാണാനുള്ള സംവിധാനം കൂടി ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കുട്ടികളൊക്കെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ കോളേജിലെ കുട്ടികളാണ്. അതുകൂടാതെ ഇന്നിവിടെ എത്തുന്ന മുഴുവൻ ആളുകൾക്കും സൗജന്യമായിട്ട് കാണാം. അല്ലെങ്കിൽ 200 രൂപ മുതൽ 500 രൂപ വരെയാണ് ഫീസ്. ഒരു ഫാക്ടറിയുടെ സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, അത് കാണണമെന്നുണ്ടെങ്കിൽ ഏകദേശം 200 മുതൽ 500 രൂപ വരെ നമുക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട്. ഇന്ന് ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ട് തന്നെ ഇരിക്കുക കേട്ടോ, ഈ ടീ കുടിക്കാനും ഈ ചായയുടെ ഈ കൂടുതലുള്ള ഈ കടി കഴിക്കാനായിട്ട്. ഇന്നത്തെ ഈ ടീ ഡേ എന്തിനാണ് ഈ ടീ ഡേ ആഘോഷിക്കുന്നത്, ഇതിൽ എന്തൊക്കെയാണ് സ്പെഷ്യൽ ഉള്ളത് എന്നൊക്കെ നമ്മളോട് വിശദീകരിക്കാൻ നമ്മുടെ ഈ ഫാക്ടറി മാനേജർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമ്മുടെ കോണിമാരുടെ തന്നെ. നമസ്കാരം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അല്ലേ, അതാണ്. ഒരുപാട് ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്, ചായ കുടിക്കുന്നുണ്ട്. ഇപ്പം ചായ 0 വേസ്റ്റിന്റെ ഒരു ഇതായിട്ട് ചായ കൂടെ തന്നെ കടിയും കൂടെ കൊടുക്കുന്നു അല്ലേ. കപ്പ് തന്നെ കഴിക്കാവുന്ന രീതിയിലോട്ടാണ്. അപ്പൊ ഈ പ്രശ്നം നമുക്ക് എന്താണ് ഇന്നത്തെ ദിവസം, അതായത് നമ്മുടെ പീരുമേട് തോട്ടം മേഖലയെ സംബന്ധിച്ച് തേയില ഒരുപാടുള്ള ഒരു മേഖല. പീരുമേടിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. എല്ലാവരുടെയും നേരം കേരളത്തില് ആദ്യമായിട്ട് തേയിലത്തോട്ടം തുടങ്ങിയത് മൂന്നാറിലാണെന്ന് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. എന്നാൽ മൂന്നാറിൽ വരുന്നതിന് മുമ്പ് തന്നെ വന്നത് പീരുമേട്ടിലാണ് തേയിലത്തോട്ടം. കേരളത്തിലെ ആദ്യം തേയിലത്തോട്ടം വന്നത് പീരുമേട്ടിലാണെന്നുള്ള പ്രത്യേകതയും കൂടി. 2019 മുതൽ മെയ് 21 അന്താരാഷ്ട്ര തേയില ദിനമായിട്ട് ലോകമെമ്പാടും ആചരിച്ചു വരുന്നു. ഈ ദിവസത്തില് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കോണിമാറ ടീയും ഇതോടൊപ്പം തന്നെ ചേർന്ന് വളരെയധികം വിപുലമായിട്ട് തന്നെ ഈ അന്താരാഷ്ട്ര തേയില ദിനം ആഘോഷിക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലായിടത്തും പ്ലാസ്റ്റിക്കിന്റെ പ്രശ്നങ്ങളാണ്. വേസ്റ്റ് മാനേജ്മെന്റ് വലിയൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ നല്ല ഫുഡ് പലയിടത്തും കിട്ടുന്നില്ല. അതുകൊണ്ട്
ഇന്ന് ഞങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത്, ഞങ്ങൾ ഈ വർഷം ലോഞ്ച് ചെയ്ത ആ ചോക്ലേറ്റ് ടീ ഇത് എഡിബിളായിട്ട് കഴിക്കാവുന്ന രീതിയിലുള്ള ഒരു കപ്പിലാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേസ്റ്റേജ് എന്ന് പറയുന്നത് 0. കപ്പ് കഴുകേണ്ട ആവശ്യമില്ല. ചായക്ക് കടി കപ്പ് തന്നെ, ചായയുടെ കടി കപ്പ് തന്നെ ആയിട്ട് കഴിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് ആണെങ്കിലും കൊള്ളാം, ഉഴുന്ന്, റാഗി, ഗോതമ്പ്, ഇതുമെല്ലാം വെച്ചാണത് വളരെയധികം തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് നാരുകളാൽ. ഇന്ന് എല്ലാ ഫൈബറുകളെ കുറിച്ചും ഡയബറ്റിക്കിനെ കുറിച്ചും ഒക്കെ പറയുമ്പോഴൊക്കെ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഫൈബറുള്ള നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കണമെന്ന്. നാരുകൾ അടങ്ങിയ ഒരു കപ്പ് തന്നെയാണ് ഇതിന് ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ വേസ്റ്റേജ് വന്ന് 0 തന്നെയാണ്. എന്നാൽ ഈ വർഷത്തെ ടീ ബോർഡ് തന്നിരിക്കുന്ന ചിന്താവിഷയം ഫോസ്റ്ററിംഗ് ഗ്രോത്ത് ആൻഡ് ഇൻക്ലൂഷൻ എന്നുള്ളതാണ് ഈ വർഷത്തെ ചിന്താവിഷയം. അതിൽ നിന്ന് പറയുന്നത് വളർച്ചയും ഉൾപ്പെടുത്തലുകളും വളർത്തുക എന്നുള്ളത്. അതായത് ടീ ബോർഡിനോട് ചേർന്ന് ഈ തേയില വ്യവസായത്തിൻ്റെ എല്ലാ ശൃംഖലയിലും വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ വർഷത്തെ തീമായിട്ട് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ കോണിമാറായിൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ നമ്മൾ ലെമൺ ഗ്രാസ് ഓയിൽ, ടീ ട്രീ ഓയിൽ, യൂക്കാലിറ്റസ് ഓയിലിൻ്റെ വിൽപ്പനയും നമ്മൾ റീറ്റെയിൽ വിൽപ്പനയും തുടങ്ങിയിട്ടുണ്ട്. ലെമൺ ഗ്രാസ് ഓയിലും യൂക്കാലിറ്റസ് ഓയിലും എല്ലാവർക്കും തന്നെ സുപരിചിതമാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ ചെറുപ്രായം മുതലേ നമ്മൾ കണ്ടും കേട്ടും വളർന്നതാണ്. എന്നാൽ ടീ ട്രീ ഓയിൽ പലരും തെറ്റിദ്ധരിക്കപ്പെടുന്നു. തേയില വളരുന്നതാണോ ടീ ട്രീ, തേയില അങ്ങ് വെട്ടാതെ വിട്ടാൽ വളരുന്നതാണോ ടീ ട്രീ എന്ന് പലരും സംശയിക്കുന്നു. എന്നാൽ തേയിലയും ടീ ട്രീയും തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളില്ല. നെയ്യും നെയ്യപ്പൊന്നും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് പറയുന്നത് പോലെ ടീ ട്രീയും തമ്മിൽ ഒരു ബന്ധവുമില്ല. ടീ എന്ന് പറയുന്ന കമാലിയ സൈനിസിസ് ആണ്. ടീ ട്രീ എന്ന് പറയുന്ന മിലാലൂക്ക ആക്ടിഫോലിയ എന്ന് പറയുന്നതാണ്. ഇതിൻ്റെ ഇലകൾ വാറ്റിയെടുത്ത് ഉണ്ടാക്കുന്നതാണ് ഈ ടീ ട്രീ ഓയിൽ. ഇത് നല്ലൊരു വേദന സംഹാരിയാണ്. പിന്നെ കോസ്മെറ്റിക്കിന്, പ്രത്യേകിച്ച് ശരീരത്തെ പാടുകളും മുഖത്തെ പാടുകളും ഒക്കെ പോകുന്നതിന് വേണ്ടി വളരെയധികം കോസ്മെറ്റിക് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ഒരു ഓയിലാണ് ടീ ട്രീ ഓയിൽ. ഇത് നേരിട്ട് ഉപയോഗിക്കാം. എന്നാലും കൂടുതലായിട്ട് അഡ്വൈസ് ചെയ്യുന്ന ചുരുക്കം ചിലർക്ക് മാത്രം ഡയറക്റ്റ് കോൺസെൻട്രേറ്റഡ് ഉപയോഗിക്കുമ്പോൾ ചെറിയ ഇച്ചിങ് ഒക്കെ വരുന്ന കാരണത്താൽ വെളിച്ചെണ്ണയ്ക്കകത്തോ ബദാം ഓയിലോ ചേർത്ത് ഉപയോഗിക്കുന്നതാണ് അഭികാമ്യം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ പ്രൊഡക്റ്റുകളും, അപ്പം ചിലർക്ക് തോന്നും ഒരു ചെറിയ ഔട്ട്ലെറ്റ് എന്തിനാണ് ഇതിനും വൈവിധ്യമാർന്ന പ്രൊഡക്റ്റുകൾ ഇങ്ങനെ വെച്ചേക്കുന്നത്, ചായ ഒന്നും തന്നെയല്ലേ. സമൂഹത്തിൻ്റെ എല്ലാ തട്ടിലും ഉള്ളവരുടെ ആവശ്യങ്ങളുണ്ട്. പലർക്കും പല രീതിയിലുള്ളത് വേണം. ചിലർ വന്ന് പറയുന്നത് കേട്ടില്ല, ശരീരമൊക്കെ ക്ഷീണിച്ചിട്ട് വന്നിട്ടെന്ന് പറയത്തില്ലേ, കടുപ്പത്തിലൊരു ചായ വേണം. കടുപ്പത്തിലൊരു ചായ വേണം. അവർക്കത് കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക് പറ്റത്തുള്ളൂ. ചിലർക്ക് വളരെയധികം ചായ തണുത്തൊക്കെ കഴിഞ്ഞിട്ട് ഓരോ സിപ്പായിട്ട് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും ചിലർക്ക് ഇഷ്ടം. അപ്പം അവരുടെ ആവശ്യത്തെ അത് നൽകും. അപ്പം പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതിലേതാ നല്ലത്? ആ ചോദ്യത്തിന് പോലും പ്രസക്തി വലുതായിട്ട് ഇല്ല. കാരണം അവനവൻ്റെ ഇഷ്ടമാണ്. ചോറാണോ കഞ്ഞിയാണോ നല്ലതെന്ന് ചോദിക്കുന്ന പോലെയുള്ളൂ. അവനവൻ ഏതാണോ ആവശ്യമുള്ളത് അത് ആ കസ്റ്റമർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കോണിമാരായെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഞങ്ങൾ മോട്ടോറായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, മേക്കിംഗ് ക്വാളിറ്റി ടീ ക്വയറ്റ്ലി എന്നാണ് ഞങ്ങളുടെ ഏത് ബ്രോഷറിന്റെ ഒക്കെയും അടിയിൽ അടിച്ചു വെക്കുന്ന മേക്കിംഗ് ക്വാളിറ്റി ടീ ക്വയറ്റ്ലി. വലിയ ബഹളങ്ങളൊന്നുമില്ല. തേയില വ്യവസായത്തിലെ അങ്ങ് വലിയ മുൻഗണന പട്ടികയിൽ നിന്നുകൊണ്ട് അങ്ങ് വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ തന്നെ ഞങ്ങൾ ഒരു സൈലന്റ് ആയിട്ട് നിന്ന് എല്ലാവരുടെയും ആവശ്യങ്ങളെ എത്തിച്ചു കൊടുക്കുക. അതിനുവേണ്ടിയാണ് ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ സമൂഹത്തിലെ എല്ലാവർക്കും ഏത് ആവശ്യങ്ങൾക്കും മതിയാവുന്നവരായിട്ട് തേയിലയെക്കുറിച്ച് മാറുക. അതായത് ഡ്രിങ്ക് ഫോർ ഓൾ ഏജസ്, അതിനെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. ഡ്രിങ്ക് ഫോർ ഓൾ ഏജസ് എന്നുള്ളതിനെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ ഡ്രിങ്ക് ഫോർ ഓൾ ഏജസ്, അപ്പൊ അതായത് ചെറിയ കുട്ടികൾ മുതൽ ഏറ്റവും പ്രായം കൂടിയ ആൾ വരെ ചായക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് അവരുടെ ജീവിതത്തിൽ കൊടുക്കുന്നുണ്ട്, നമുക്കറിയാം. അപ്പം കോണിമാരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും ഇവിടുത്തെ ഈ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ, അതായത് നമ്മൾ പീരുമേട് തോട്ട മേഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസായം തന്നെയാണ് തേയില. ആ തേയില വ്യവസായത്തെക്കുറിച്ചും ആ തേയില ഉൽപ്പാദനത്തെക്കുറിച്ചൊക്കെ തന്നെ ജനങ്ങളിലേക്ക് നിരന്തരമായിട്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് കൂടി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു ദിവസത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. എല്ലാവിധ ആശംസകളും. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സാബു സാറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സാബു സാർ ഒരുപാട് റിസർച്ച് ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു പൂന്തോട്ടവും അതോടൊപ്പം തന്നെ വലിയ പഴവർഗ്ഗങ്ങളും ഔഷധ ഗുണങ്ങളുള്ള ഒരുപാട് പ്ലാന്റ് ഒക്കെ തന്നെയുണ്ട്. അതിനെക്കുറിച്ച് കൊണ്ട് സാർ ഒന്ന് ജസ്റ്റ് രണ്ട് വാക്കൊന്ന് പറഞ്ഞു പോകാൻ സാർ. എന്തായാലും കാരണം വ്യത്യസ്തങ്ങളായിട്ടുള്ള മരങ്ങള്, വ്യത്യസ്തങ്ങളായ ടീ ട്രീ ഒക്കെ ഞാൻ എൻ്റെ വീട്ടിൽ വളർത്തുന്നു. അതുപോലെ തന്നെ ടീ സീഡ് ഓയിൽ എടുക്കുന്ന മരം വേറെയുണ്ട്. നമുക്ക് എഡിബിൾ ആയിട്ടുള്ള
കമാലിയ ഒലിഫറ എന്നാണ് അതിന്റെ പേര്. അതിന്റെയൊക്കെ തൈകൾ ഞാൻ വളർത്തുന്നുണ്ട്. കാരണം നമ്മൾ തേയില സംബന്ധിച്ചുള്ള എല്ലാം അതിന്റെ ഏതറ്റം വരെയും പോവുക എന്നുള്ളതാണ് നമ്മുടെ. കാരണം ഒരു 40 വർഷത്തോളമായിട്ട് തേയിലയോടൊപ്പം ജീവിക്കുന്നു, തേയിലയോടൊപ്പം വളരുന്നു. നമുക്ക് ജീവിക്കാൻ വേണ്ടി ഇതെല്ലാം തന്നത് തേയിലയാണ്. അപ്പം തേയിലയെ കുറിച്ച് കൂടുതൽ അറിയുക, എഡിറ്റിംഗ് ഫോർ ഓൾ അന്വേഷണം, അതിൽ പുറകെ പോവുക, അത് തന്നെയാണ് ജീവിതത്തിന്റെ. എങ്ങനെയാണ് എല്ലാവിധ ആശംസകളും സാർ കൂടെ നേരുകയാണ്. തുടരുക സാറിന്റെ. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും തേയില ഇവിടെ ഫാക്ടറി വിസിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കോണിമാറ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഇന്ന് നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് തേയില ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, തേയിലയായിട്ട് അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന ആ ഒരു ചായയിലേക്ക് എങ്ങനെയാണ് എത്തുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കിവിടെ കാണാം ഒരു 3-4 തട്ടുകളായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. ട്രഫ് എന്ന് പറഞ്ഞത് അല്ലേ, ട്രഫ് എന്നാണ് പറഞ്ഞത്. ഇവിടെ എന്നാ പ്രോസസ് ചോദിച്ചാൽ ഇപ്പൊ കൊണ്ടുവരുന്ന തേയില, ഇപ്പൊ ഈ തേയില എങ്ങോട്ട് കാണിച്ചത്, ഈ തേയില എന്ന് പറയുന്നത് ഇപ്പം തൊഴിലാളികൾ പറിച്ചു കൊണ്ടുവരുന്ന തേയിലയാണ് ഇത്. അപ്പൊ ഈ തേയില ഇവിടെ ഇട്ടുകൊണ്ട് ഇതിൻ്റെ അകത്തെ വെള്ളത്തിന്റെ അംശങ്ങൾ അത് ഇങ്ങനെ ഇല്ലാണ്ടാക്കുകയാണ് ആദ്യത്തെ പ്രോസസ്. അപ്പൊ അടുത്ത പ്രോസസ്സിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ CTC-യിലേക്ക് പോവുകയാണ്. അപ്പൊ ഈ തേയില ശരിക്കും പറഞ്ഞാൽ ശകലം ഡ്രൈ ആയിട്ടുണ്ട്, ശകലം ഉണങ്ങിയിട്ടുണ്ട്. മേളിൽ കണ്ട പോലെ തന്നെ അത് കാറ്റ് കൊണ്ട് അവിടുത്തെ വെള്ളത്തിന്റെ അംശമൊക്കെ ഒന്ന് കുറച്ച് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരാളിങ്ങനെ ഇരിക്കും. അദ്ദേഹം ഇവിടുന്ന് കറക്റ്റായിട്ട് ഈ ഇതിലേക്ക് പോകുന്ന രീതിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വിടും. അപ്പൊ നമുക്കൊന്ന് ഇട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നേരെ അടുത്ത പ്രോസസ്സിലേക്ക്. അപ്പൊ ഇവിടുന്ന് നേരെ പോകുന്നത് മെഷീനിലോട്ടാണ്. കേട്ടോ, ഇത് ശരിക്കും പറഞ്ഞാല് മേളിൽ കണ്ട ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നേരെ ഇവിടെ ഈ കട്ടർ മെഷീനിലോട്ട് വരിക. കട്ടർ മെഷീൻ ഇങ്ങനെ കട്ട് ചെയ്ത് നല്ല കൃത്യമായിട്ട് മൊത്തം നല്ല രീതിയിൽ കട്ട് ചെയ്ത് നല്ല പൊടിയാക്കി അടുത്ത മെഷീനിലേക്ക് പോകുന്നു. നമുക്ക് നോക്കാം. അടുത്ത സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ CT മിഷൻ എന്ന് പറഞ്ഞിട്ട് 2 മെഷീൻ ഉണ്ട്. നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ ആദ്യത്തെ ഒരു പ്രോസസ് കഴിഞ്ഞ് തേയില അവിടെ എത്തുന്നു. അപ്പൊ കുറച്ച് ജലാംശം കൂടുതലുണ്ട്. ആ ജലാംശം കളയുന്നതിന് വേണ്ടിയിട്ട്, അതോടൊപ്പം തന്നെ തരംതിരിക്കാൻ വേണ്ടിയിട്ട്, അത് ചെറുത് വലുത് എന്ന രീതിയിൽ തരംതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള മെഷീനാണ് CT മെഷീൻ. അപ്പൊ ഏറ്റവും കുറഞ്ഞ, അതായത് ഏറ്റവും തരിതരിയായിട്ടുള്ള തേയില, പിന്നെ അതിൽ കൂടുതൽ ശകലം കൊണ്ട് വലുതായിട്ട്, ശകലം കൊണ്ട് ബോൾഡായിട്ടുള്ള തേയില, അത് നേരെ ഇവിടെ എത്തുന്നു. ഇവിടെ എത്തിക്കഴിയുമ്പോഴേനും ശരിക്കും പറഞ്ഞാൽ ഒരു ജലാംശം ഉണ്ട്. വീണ്ടും അത് അടുത്ത ഒരു മെഷീനിലേക്ക് പോവുകയാണ്. ആ മെഷീനിലേക്ക് പോയിട്ട് ടെമ്പറേച്ചർ കൂട്ടിയിട്ട് ഒരു ബ്രൗൺ കളറിലേക്ക് എത്തുന്നു. പിന്നീട് അത് ഒരു ബ്ലാക്ക് കളറിലേക്ക് എത്തും. അങ്ങനെയാണ് അടുത്ത പ്രോസസ്സ്. ആ പ്രോസസ്സ് നമുക്ക് നോക്കാം. നമ്മൾ വന്നിരിക്കുന്നത് 2 ഡ്രം ഉണ്ട്, അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തുണ്ട് അല്ലേ. അപ്പൊ ഈ ഡ്രമ്മിലേക്ക് നമ്മളിപ്പോ കണ്ട പൊടി ഡ്രമ്മിലേക്ക് എത്തുന്നു. അവിടെ ഒരു ചെറിയൊരു ഹീറ്റോടുകൂടി ചെറിയൊരു കാറ്റ് കൊടുത്തുകൊണ്ട് അതിന്റെ ഫെർമെന്റേഷൻ നടക്കുകയാണ്. ഫെർമെന്റേഷൻ നടന്നു കഴിയുമ്പോഴത്തേക്കിനും ഈ ഒരു ഡ്രമ്മിലോട്ട് മാറ്റും. അപ്പൊ അങ്ങനെ ഈ ഒരു പരുവത്തിലും. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് ഇപ്പൊ നല്ലൊരു ചായ ഇട്ട് കുടിക്കാം, അതുകൊണ്ടൊപ്പം തന്നെ നമുക്ക് കുടിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതിന്റെ ലൈഫ് 1 മണിക്കൂർ വരെ ഉള്ളൂ. കാരണം വെച്ചാൽ അതൊരു വെള്ളത്തിന്റെ ജലാംശം ഉണ്ട്, ജലാംശം പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. ഇനി ഇത് ഡ്രൈ ചെയ്യുന്നതോട് കൂടിയാണ് വിപണിയിലെത്തുന്ന വലിയ മാർക്കറ്റുള്ള തേയിലയായിട്ട് തന്നെ മാറുന്നത്. നമ്മൾ അടുത്ത പ്രോസസ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് ഇതൊരു വല ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ വലയ്ക്കകത്തൂടി ചെറിയ അതായത് ഈ ജലാംശത്തിന് കുറഞ്ഞ സംഭവങ്ങൾ അടുത്ത ഡ്രൈനിലേക്ക് പോകും. ഇത് വീണ്ടും ഈ ഡ്രമ്മിട്ട് വീണ്ടും ഇവിടെ തന്നെ വരികയും ചെയ്യും. ഇത് ശരിക്കും പറഞ്ഞാൽ ബാക്ടീരിയ കണ്ടന്റ് അടങ്ങിയതാണ്. ഇത് നമുക്ക് കഴിക്കാൻ കഴിയത്തില്ല. ഓക്കെ,
അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. കാരണം ഈ ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ തേയിലയിലേക്ക് എത്തുന്ന ഒരു പ്രോസസ്സ് നടക്കാൻ ആവശ്യമായ ഒരു ഹീറ്റ് എത്തുന്നത്. നേരത്തെ നമുക്ക് ഡീസൽ കൊണ്ടുള്ള മെഷീൻ ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ കൽക്കരി കൊണ്ടുള്ളതുണ്ടായിരുന്നു, ബ്രോയിലർ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ പല ടൈപ്പിലായിരിക്കും തീ അങ്ങോട്ട് ചെല്ലുക. അതുകൊണ്ട് കൃത്യമായിട്ട് അത് ഉണങ്ങി കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ ഒരു സിസ്റ്റത്തിലേക്ക് എല്ലാവിധമായ ഫാക്ടറികളും, എവിടുത്തെ ഫാക്ടറി ആണെങ്കിലും ഈ തീയിലേക്ക്, വിറകടുപ്പിലേക്ക് എത്തുകയാണ്. വിറകടുപ്പിന്റെ ഒരു ഗുണം തന്നെയാണ്, ഇതിൽ നേരെ ആ കുഴൽ വഴി നല്ല ചൂട് എയർ നമ്മുടെ തേയിലയിലോട്ട് അടിക്കുന്നു, തേയില അങ്ങോട്ട് ഉണങ്ങുന്നു, ഡ്രൈ ആകുന്നു, നേരെ തേയില പാക്ക് ചെയ്ത് നമ്മളിലേക്ക് എത്തുന്നു. അപ്പൊ അതിനാണ് ഇത്. അപ്പൊ നമ്മള് ഇതിന്റെ അടുത്ത പ്രോസസ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇവിടെ ഒരു 2 സ്പാൻ ഉണ്ട്. അതായത് ഫസ്റ്റ് ഇതിലേക്ക് നമ്മൾ ആ ഒരു പൊടി വന്ന് വീഴുമ്പോൾ ഇവിടുന്ന് ഇതിന്റെ ഫൈബർ അല്ല, ഇവിടുന്ന് ഇതിന്റെ വെള്ളത്തിന്റെ അംശം, വെള്ളത്തിന്റെ ആ കണ്ടന്റ് മുഴുവനായിട്ടും വലിച്ച് മേലോട്ട് കളയും. അതിനാണ് ഈ ഒരു ഇത് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ 125 മുതൽ 135 വരെയുള്ള ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ആ നേരത്തെ നമ്മൾ കാണിച്ച ആ അടുപ്പിനകത്തുനിന്ന് ഇങ്ങോട്ട് ഇതിനടിയിലേക്ക് ഇതിന്റെ ഒരു ചൂട് പോകുന്നത്. ആ അടിയിൽ നിന്ന് നേരെ മേലോട്ട് കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ കൊടുത്ത് അതിനുശേഷം ഇവിടെ എത്തുന്നു. ഇത് ഒരു സൈക്ലോൺ ആണ്. അതെന്ന് വെച്ചാൽ ഇവിടെ എത്തുന്ന ഈ തേയിലപ്പൊടിയില്ലേ, ആ തേയിലപ്പൊടിക്കകത്തുള്ള ഫൈബർ കണ്ടന്റ് എടുത്ത് മാറ്റി വേസ്റ്റ് ആയിട്ട് മാറ്റുകയാണ്. അപ്പൊ അതിനുള്ള പണിയാണ് ഈ മിഷൻ ചെയ്യുന്നത്. അതിനുശേഷമാണ് ഈ ഒരു തേയിലയിലേക്ക് എത്തുന്നത്. കണ്ടോ, തേയിലയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോ ഇവിടെ ഈ തേയിലയുടെ പ്രോസസ്സ് ഇവിടെ കഴിയുകയാണ്. ശരിക്കും പറയാനുണ്ടോ, 100 ഡിഗ്രി ചൂടുണ്ട്. 100 ഡിഗ്രി സെൽഷ്യസിലാണ് ഈ ഒരു ഇത് ഡ്രൈ ആയിട്ട് ഇങ്ങ് വരുന്നത്. അപ്പൊ ഇതോടുകൂടിയാണ് ഈ തേയില ഇവിടെയാണ് ഇതിന്റെ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം തീരുന്നത്. ഈ തേയില നേരെ നമ്മൾ ഇവിടെ വരാം. ഡ്രൈ മൗത്ത് ടീ കണ്ടോ, ഡ്രൈ മൗത്ത് ടീ. അപ്പം ഇതാണ് നമ്മളിപ്പോ കണ്ട, അതായത് ഏറ്റവും അവസാനം കണ്ട മെഷീനിൽ നിന്ന് വരുന്ന ഒരു തേയില. അതിനുശേഷം ഈ കാണുന്ന വിവിധ തരമായിട്ട് ഇതിൽ നിന്നുമാണ് ശരിക്കും പറഞ്ഞാല് മാറുന്നത്. കണ്ടോ, ഈ ഇരിക്കുന്ന എല്ലാം തന്നെയും ഈ ഒരു തേയിലയിൽ നിന്നും, അതായത് ഇവിടെ എത്തുന്ന ഈ തേയിലയിൽ നിന്നുമാണ് തരം തിരിച്ച് എടുക്കുകയാണ്. അതായത് നമുക്ക് അരിപ്പകൾ വെച്ചിട്ട് തരം തിരിച്ച് ഓരോ ഗ്രേഡായിട്ട് തന്നെ മാറ്റുകയാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫൈബർ കണ്ടന്റ്. ഈ ഫൈബർ നമുക്ക് മേടിക്കാൻ കിട്ടത്തില്ല. ഇത് മേടിക്കണമെന്നുണ്ടെങ്കിൽ ലൈസൻസ് വേണം. എന്തിനാണെന്നറിയോ, ഫാർമസിസ്റ്റിന്റെ ലൈസൻസ് വേണം, ഫാർമസിയുടെ ലൈസൻസ് വേണം. കാരണം എന്താണെന്നറിയോ, ഇതുകൊണ്ട് മരുന്ന് ഉണ്ടാകുന്നുണ്ട്. ആസ്പിൻ എന്ന് പറഞ്ഞ നമ്മുടെ തലവേദനയ്ക്കൊക്കെ ഉണ്ടാകുന്ന തലവേദന, ആ ഒരു രോഗത്തിന് നമ്മൾ കഴിക്കുന്ന ഗുളികയുടെ കണ്ടന്റ് ഇതിൽ നിന്നും ഉണ്ടാക്കുന്നുണ്ട്. അതാണ് അത് ശരിക്കും നമുക്ക് വെളിയിൽ മേടിക്കാൻ. അപ്പൊ നമുക്ക് ഇതിന്റെ അടുത്ത പ്രോസസ്സ് കൂടെ ഉണ്ട്. ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞതൊക്കെ തന്നെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. എങ്കിലും ഇനി ആ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്, ഇപ്പൊ നമ്മൾ തരംതിരിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ആ തരംതിരിപ്പ് എങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് നോക്കാം. ശരിക്കും പറഞ്ഞാല് വിസിറ്റേഴ്സിനെ നമ്മളിപ്പം കണ്ട അവിടം വരെ മാത്രമേ അലൗഡ് ചെയ്യത്തുള്ളൂ. കാരണം എന്താ വെച്ചാല് ഇതിന് വരുമ്പോ പറയാം. നമ്മൾ ആ കണ്ട തേയില നേരെ ഈ മെഷീനിലൂടെ ഇവിടെ വരും. ഇവിടെ വന്നിട്ട് ഇതൊരു അരിപ്പയാണ് കേട്ടോ. ഒരു അരിപ്പയല്ല, ഒരു 4 5 തട്ട് ഇതിനകത്ത് തന്നെ അരിപ്പകളായിട്ടുണ്ട്. അപ്പൊ ഈ പൊടി ഇവിടെ വരുമ്പോൾ ഇത് കണ്ടോ, ഇപ്പൊ നല്ല അത് ഡ്രൈ ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇത് ഇവിടെ വരുമ്പോഴത്തേനും ഇങ്ങനെ ഓരോ അരിപ്പയായിട്ട് ഓരോ തട്ടായിട്ട് ഓരോ ചെറിയ തരികളായിട്ട് മാറുകയാണ് കേട്ടോ. അപ്പൊ ആ തരികൾ മാറുന്നത്
ഇവിടെ പാക്ക് ചെയ്ത് ഇതുണ്ടോ ഈ പാക്കിലാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പാക്ക് ആക്കുവാണ്. ഇതിപ്പം ഒരു സൈസ് നമ്മൾ നേരത്തെ കണ്ടതിന്റെ ഒരു സൈസ് സംഭവങ്ങള്. ഇത് ഏറ്റവും അവസാനമായിട്ട് തന്നെ വരുന്ന, അതിന് ഏറ്റവും ലാസ്റ്റ് വരുന്ന തേയിലയാണ് കേട്ടോ സൈസ്. അതിനുശേഷം ഇതൊരു സൈസ്, ഇത് മറ്റൊരു സൈസ്. പറഞ്ഞ ആ ഫസ്റ്റ് പ്രോസസ് നടക്കുന്ന ആ ഒരു അരിപ്പയാണ്. ഈ അരിപ്പയ്ക്കകത്തുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീനറീസിനകത്ത് കയറി വരുന്ന സംഭവങ്ങളായതുകൊണ്ട് തന്നെ മെഷീനറീസിൽ നിന്ന് വരുന്ന ഒരു സംഭവങ്ങളാണല്ലോ നമുക്ക് തേയിലയായിട്ട് വരുന്നത്. അപ്പം അതുകൊണ്ട് മെഷീന്റെ ചെറിയ ചെറിയ പൊടികളോ അതായത് ഇരുമ്പിന്റെ അംശങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം ഇവിടെ എത്തുമ്പോൾ ആ ഇരുമ്പിന്റെ അംശങ്ങൾ വലിച്ച് എടുക്കാനായിട്ട് മാഗ്നറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മള് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടേ, ഇത് കണ്ടോ, ഇതാണ് ഈ നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്ന, ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് പറയുന്ന തേയില. ഇതാണ് കണ്ടോ, ഫസ്റ്റ് ക്വാളിറ്റി തേയില. അപ്പൊ ഇതിനൊരു കാരണം എന്ന് ചോദിച്ചാല് തീർത്ത് തരി, ഏറ്റവും തരിയായിട്ടുള്ള തേയില. ഇത് എന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മൾ ടീ ബാഗ് പോലുള്ള സംഭവത്തിന്, അതായത് എക്സ്പോർട്ടാണ് ഈ സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇത് അതിനുശേഷമുള്ള അത് കഴിഞ്ഞിട്ടുള്ള ഒരു ശകലം തരി കൂടുതലുള്ള ഒരു തേയില. അതിനുശേഷം അതിലും കുറച്ചുകൂടെ തരിയുള്ള ഒരു തേയില. പിന്നെ വീണ്ടും അതിലും അപ്പുറത്തെ ഒരു ചെറുതായിട്ട് ഒന്നുകൂടെ തരി കൂടുതലുള്ള ഒരു തേയില കൂടി അവിടെ ഉണ്ട്. മറ്റൊരു സവിശേഷത കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. കാരണം നമ്മൾ ഈ പൊടികൾ തന്നെ ഉപയോഗിക്കാറില്ല. കാരണം ചെറിയ ഒരു തരി നമ്മളെ പോലുള്ള ആളുകൾക്ക്, ഇവിടുത്തെ തോട്ടം മേഖലയിൽ കിടക്കുന്ന ആളുകൾക്ക് വേണം, നല്ല ഡിക്റ്റേഷൻ വേണം, നല്ല കടുപ്പം വേണം, അതുപോലൊപ്പം തന്നെ നല്ല കളറും വേണം. അപ്പം അതെങ്ങനെയാ ആ ഒരു പ്രോസസ് നടക്കുന്നത് അതുകൂടെ നമ്മൾ അറിയണ്ടേ. അപ്പൊ ആദ്യം പോകുന്നത് അത് ശരിക്കും പറഞ്ഞാല് ആ തേയില എക്സ്പോർട്ടാണ് പോകുന്നത്. നമുക്ക് ഇവിടെ വരുമ്പോഴത്തേനും ഈ 3 തേയിലേക്ക് ഇതിനകത്തുനിന്ന് കുറച്ചെടുക്കുന്നു, ഇതിനകത്തുനിന്ന് കുറച്ചെടുക്കുന്നു. അപ്പം അതിനകത്ത് ഇങ്ങനെ 3 കൂടെ മിക്സ് ആയി കഴിയുമ്പോൾ ഈ പറഞ്ഞ ഇപ്പൊ നിലവിൽ മണമൊന്നുമില്ലേ, ഇത് ഫെർമെന്റേഷൻ കഴിയുമ്പോഴാണ് ഇതിന്റെ മണം വന്നത്. ഈ 3 കൂടെ ആയി കഴിയുമ്പോഴാണ് നമുക്ക് ഇവിടെ കുടിക്കാൻ കിട്ടുന്ന ആ ഒരു തേയിലയിലേക്ക് എത്തുന്നത് കേട്ടോ. അപ്പം ഇതിന് ശേഷം വീണ്ടും ഒരു പ്രോസസ്സിന് ശേഷം നമ്മളിവിടെ പണ്ടൊക്കെ നമ്മൾ പറയുന്ന പോലെ ഈ പത്തായപ്പെട്ടി എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ ഈ പത്തായപ്പെട്ടിയാണ് ഇത്. അതായത് എയർ ടൈറ്റ്, എയർ കയറാത്ത സൈസിലുള്ള രീതിയിലുള്ള പത്തായപ്പെട്ടി. ആ പത്തായപ്പെട്ടി ഇവിടെ സ്റ്റോർ ചെയ്യുകയാണ്. പല രീതിയിലായിട്ട് പല സംഭവങ്ങളായിട്ട് സ്റ്റോർ ചെയ്യുകയാണ്. ഇത് നമുക്കൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കൊരു 1000 കിലോയുടെ തേയില ഇവിടെ എത്തുന്നുണ്ടെങ്കിൽ ആ തേയില എത്തുമ്പോൾ ഇവിടെ 250 കിലോ ആയിട്ട് മാറുകയാണ്. ആ 250 കിലോ നമ്മളിപ്പോ കണ്ട വിവിധ തരമായിട്ട് തിരിക്കുകയാണ്. വിവിധ തരം തേയിലയായിട്ട് തിരിച്ചാണ് നമ്മളിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഒരുപാട് നല്ല ഒരു പ്രോസസ്സ് തന്നെയാണ്. നമുക്കിത് ഒരു ദിവസം മുഴുവൻ കണ്ടാലും ശരിക്കും പറഞ്ഞാൽ തീരത്തില്ല. എങ്കിലും ഞാൻ ചുരുക്കിയാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ വിശദീകരിക്കുന്നത്. ഡ്രൈ ഫ്രൂട്ട് എന്ന് പറയുന്നത് നമുക്കറിയാലോ, മാങ്ങ അതുപോലുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഡ്രൈ ആക്കി നമ്മൾ വെക്കുമ്പോൾ ഒരുപാട് നാളെ ഇരിക്കുന്നുണ്ട്. അത് തന്നെയാണ്, ആ ഒരു പ്രോസസ് തന്നെയാണ് തേയിലയിലും നടക്കുന്നത്. അത് ഡ്രൈ ആക്കി ഇവിടെ 50 കിലോയുടെ ചാക്കുകളായിട്ട് ഇങ്ങോട്ട് കാണിക്കുക, 50 കിലോയുടെ ചാക്കുകളായിട്ട് ഇവിടെ വെച്ചിരിക്കുവാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ മാനുവലായിട്ട് നമ്മൾ പാക്ക് ചെയ്ത് വിവിധ പാക്കറ്റുകളിലാക്കി നമ്മളിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ എന്തായാലും വലിയൊരു സംഭവം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ തേയിലയെ സംബന്ധിച്ച് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ നമുക്ക് വിശദീകരിച്ച് ഇവിടുത്തെ ഫാക്ടറി മാനേജർമാരും അതോടൊപ്പം തന്നെ ഇവിടുത്തെ വർക്കേഴ്സൊക്കെ തന്നെ നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. നമ്മുടെ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ അംഗം ഇവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, പ്രവീണാണ് കൃത്യമായിട്ട് നമുക്ക് ഇന്ന രീതിയിലാണ്, അതുകൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് അത് പറഞ്ഞു തരാൻ പോലും കഴിഞ്ഞത്. എന്തായാലും ഇത്തരം ഒരു അവസരം കിട്ടുമ്പോൾ എല്ലാവരും അത് ഉപയോഗിക്കണം. അത് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ശരിക്കും പറഞ്ഞാൽ കോണിമാറായെ സംബന്ധിച്ച് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ കാണാനും ഇവിടെ വരുന്നുണ്ട്. തേയില എന്ന് പറയുന്ന ടീ, ചായ, ഇതിനൊക്കെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ഭയങ്കരമായ ഒരു പ്രചോദനം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കോണിമാറ എന്ന്
ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും എല്ലാവിധ ആശംസകളും ഈ ഫാക്ടറിക്കും ഇതിൻ്റെ പ്രവർത്തകർക്കും ഇതിൻ്റെ മാനേജ്മെൻറ്റിനും എല്ലാം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.